ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 18/6/2024 പ്രസിദ്ധീകരിക്കുമെന്നാണ് നിങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ആയിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ശേഷം അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലെയല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജ് ജോയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യുകയുമില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അവർക്ക് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ ഫീ അടയ്ക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു കാർഡാണത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കോളേജാണ് ലഭിച്ചത്, ഏത് കോഴ്സാണ്, ഏത് കാറ്റഗറിയാണ്, എത്രാമത്തെ ഓപ്ഷനാണ് ലഭിച്ചത്, നിങ്ങൾ ഏത് ഡേറ്റിലാണ് പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു കാർഡാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത്. ഇനി ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ആരൊക്കെയാണ് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവരുടെ ലോവർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ആവും. അവർക്ക് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതുപോലെ ഫസ്റ്റ് ആൻഡ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ആ ഒരു കോളേജ് തന്നെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കോളേജിൽ പോയി മുഴുവൻ ഫീസും അടച്ച് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയേണ്ടതാണ്. ഇല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനലും അതുപോലെ നിങ്ങൾ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങൾ എല്ലാമായിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ പക്ഷേ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് മാത്രം കൊണ്ടുപോയാൽ മതി. എന്നിട്ട് ഏത് കോളേജാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയി നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളും കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തുക. അങ്ങനെ വരുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റു കോളേജൊന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ അടയ്ക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ റെസിപ്റ്റ് എടുത്ത് വെക്കേണ്ടതാണ്. ആ ഒരു പ്രിൻറ്റ് നിങ്ങളെടുത്ത് വെക്കേണ്ടതാണ്. കാരണം നമ്മൾ അഡ്മിഷന് പോകുന്ന സമയത്ത് ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റും കൂടെ നമുക്ക് അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തായ വിദ്യാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് യൂണിവേഴ്സിറ്റി ഫീ അല്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ഫീ നമുക്ക് റീഫണ്ടായി കിട്ടുമോ എന്നുള്ളത്. നമുക്കത് റീഫണ്ടായി കിട്ടില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വരും. ആ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഡീറ്റെയിൽസിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ നമ്മളത് പറയുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്